ഇപ്പം പറഞ്ഞത് അമ്ര അടിസ്ഥാനമായി ഒരു അമ്ര വന്നാൽ നിർബന്ധം എന്നർത്ഥം കിട്ടും. എന്നാൽ ചില അമ്രുകൾ അതിൽ നിന്ന് മാറി മുസ്തഹബ് എന്ന അർത്ഥവും ചിലത് അനുവദനീയമാണ് എന്ന അർത്ഥത്തിലും ഉപയോഗിക്കാം. ചില അമ്ര നേരെ തിരിച്ചും വരാം. താക്കീദിന് വേണ്ടി തഹ്ദീദ് വൽ വഈദ്, ഭീഷണിപ്പെടുത്തുക, താക്കീദ് ചെയ്യുക, അതിനു വേണ്ടി അമ്ര ഉപയോഗിക്കും. സൂറത്തുൽ കഹ്ഫിൽ കാണാം, ഫമൻ ശാഅ ഫൽയുമിൻ വമൻ ശാഅ ഫൽയക്ഫുർ. ഫൽയുമിൻ അമ്രാണ്, വൽയക്ഫുർ അമ്രാണ്. ഫമൻ ശാഅ ഫൽയുമിൻ, ഉദ്ദേശിക്കുന്നവർ വിശ്വസിക്കട്ടെ, ഉദ്ദേശിക്കുന്നവർ അവിശ്വസിക്കട്ടെ. ഫൽയക്ഫുർ അമ്രാണ്. അവരാൾ പറയാ ഖുർആനിലെ കൽപ്പനയുടെ ഫൽയക്ഫുർ. അപ്പോൾ അമ്ര ഞാൻ പ്രാവർത്തികമാക്കി ഞാൻ കാഫിറായി എന്ന് പറഞ്ഞാൽ പറ്റൂല. അവിടെ എന്താ? അവിടെ അമ്ര തഹ്ദീദ് അല്ലെങ്കിൽ തഹ്ദീദാണ്, അതുപോലെ നെട്ടിച്ചാനാണ്. എനിക്ക് വാണി വിശ്വസിച്ചോ, നമ്മൾ പറയല്ലോ വാണി വിശ്വസിച്ചപ്പോൾ നിർബന്ധമില്ല എന്ന് പറയാം. ആ പ്രശ്നം അവിടെ ഫമൻ ശാഅ ഫൽയുമിൻ വമൻ ശാഅ, അത് എവിടുന്ന് കിട്ടി? ബാക്കി എന്താ? ഇന്നാ അഅ്തദ്നാ ലിൽ കാഫിരീന ലിൽദാലിമീന നാറാ അഹാത ബിഹിം സുറാദിഖുഹാ. അതാണ് ഇതിൻ്റെ ബാക്കി പറഞ്ഞത്. അപ്പോൾ ഓനെ വാണി കാഫിർ ആയിക്കോട്ടെന്നല്ല, എനിക്ക് വേണ്ട ഇമാം വേണ്ട കുഫ്ർ സ്വീകരിച്ചോ, പക്ഷേ കുഫ്റായ അപ്പുറത്ത് നരകമാണുള്ളത്. അപ്പം ആ ബേജാറാക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്. ഇസ്തഗ്ഫിർ ലഹും ഔ ലാ തസ്തഗ്ഫിർ ലഹും. നബിയോട് പറഞ്ഞു മുനാഫിഖുകൾക്ക് വേണ്ടി ഇസ്തഗ്ഫിർ ലഹും, നീ അവർക്ക് പൊറുക്കലിനെ തേടുക. ഔ ലാ തസ്തഗ്ഫിർ ലഹും, അല്ലെങ്കിൽ പൊറുക്കലിനെ തേടാതിരിക്കുക. ലൻ യഗ്ഫിറല്ലാഹു ലഹും, അല്ലാഹു പുറത്തു കൊടുക്കൂല. ഇസ്തഗ്ഫിർ അമ്രാണ്, നീ പൊറുക്കലിനെ തേടുക അല്ലെങ്കിൽ തേടാതിരിക്കുക, രണ്ടായാലും പഠിച്ചവൻ പുറത്തു കൊടുക്കൂല. അപ്പം അമ്ര എന്തിനാ ഉപയോഗിച്ചത്? കാര്യമില്ല, തേടിയിട്ടൊരു കാര്യമില്ല പറയാനാണ്. നബിക്ക് വലിയ കമ്പം. ഉമർ ഖത്താബ് വരെ എതിർത്തു, നബി ഒഴുക്ക് വേണ്ടി നിങ്ങൾ പൊറുക്കലിനെ തേടാൻ പാടില്ല. നബി പിന്നെയും ഒരുങ്ങി. മുനാഫിഖ് നേതാവ് മരിച്ചപ്പോൾ നബി ചെന്നു മൈദ് നിസ്കരിക്കാൻ വേണ്ടി. ഉമർ ഖത്താബ് നബിയെ പറ്റൂല, അയാൾക്ക് വേണ്ടി നിസ്കരിക്കാൻ പറ്റും, നിങ്ങളേതായാലും നിസ്കരിക്കാൻ പറ്റൂല. നബി പറഞ്ഞു അല്ല പുറത്തുകൊടുക്കാൻ കൊടുത്തോട്ടെ, ഞാൻ പാർട്ടി അല്ല പുറത്തുകൊടുക്കുമെങ്കിൽ നിൽക്കട്ടെ. നബി മുമ്പ് ഇറങ്ങി. ഉമർ ഖത്താബ് പോയിട്ട് നബിയെ തുണി പിടിച്ച് വലിച്ചതാണ്. നിൽക്കത് നബി നിസ്കരിക്കരുത് പറഞ്ഞിട്ട്, നിങ്ങൾ നിസ്കരിച്ച് കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. അല്ലാഹ് ആയത്തിറക്കി വലാ തുസല്ലി അലാ അഹദിൻ മിൻഹും മാത അബദ, അവരെ കൂട്ടത്തിൽ മരിച്ചതാക്കി പോയിട്ട് മേലാൽ നിസ്കരിക്കരുത്. അല്ലാഹ് ആയത്തിറക്കി. ഇനി പൊറുക്കലെ തേടിയാലും തേടിയെങ്കിലും ശരി അല്ലാഹ് പുറത്തു കൊടുക്കുക. 70 പ്രാവശ്യം പൊറുക്കലെ തേടിയാലും ശരി പഠിച്ചവൻ പുറത്തു കൊടുക്കില്ല. 70 തവണ പൊറുക്കലെ തേടിയാലും അല്ലാഹ് പുറത്തു കൊടുക്കില്ല. അപ്പോഴാണ് നബി പറഞ്ഞത് 70-ലേറെ തേടിയാൽ അല്ലാഹ് പുറത്തു കൊടുക്കുമെങ്കിൽ ഞാനതിന് തയ്യാറാണ്. 70 വട്ടം അല്ലാഹ് പറഞ്ഞല്ലോ. അപ്പം 70-ലേറെ വട്ടം പൊറുക്കലെ തേടിയാൽ അല്ലാഹ് പുറത്തു കൊടുക്കുമെങ്കിൽ ഞാൻ ആ ഇസ്തിഗ്ഫാർ നടത്താൻ തയ്യാറാണ്. കാരണം ഒരാൾ സുഖത്ത് പോവുകയാണെങ്കിൽ പോട്ടെ എന്നാണ് നബി തങ്ങൾ അവിടെ ചിന്തിക്കുക. അപ്പോൾ ഇസ്തഗ്ഫിർ എന്ന വാക്കാണ്. അതേപോലെ ഖുൽ മൂതു ബിഗൈലിക്കും, മുനാഫിഖുകൾ എന്നവരാണ്. നബിക്ക് ഓരോ ആയത്തുകളും ഇങ്ങനെ അനിശം കൂടെയും. അപ്പം മൂതു ബിഗൈലിക്കും, നിങ്ങളാ ദേഷ്യം കാരണം നിങ്ങളങ്ങ് ചത്തുകൊള്ളുക. മൂതു അമ്രാണ്, കൽപ്പനാക്രിയയാണ്. അപ്പം എല്ലാ കൽപ്പനാക്രിയും എന്തല്ല? വുജൂബനല്ല. എന്നാൽ അടിസ്ഥാനമായ അമ്ര വുജൂബനാണ്. എങ്ങനെ? അതെ വന്നിട്ടുണ്ട്. അവിടെ ഈ ഇസ്തിലാഹിയായ വാജിബല്ല എന്നാണ്. വാജിബ് എന്ന ലഫ്ദ് ഹദീസിൽ വന്നു, പക്ഷെ അത് നമ്മൾ ഫിഖിൽ ഉപയോഗിക്കുന്ന ഇസ്തിലാഹ് പ്രകാരമുള്ള വാജിബല്ല. അതിപ്പോൾ ഖുർആനിൽ ഹറാം ഉപയോഗിച്ചിട്ടുണ്ട്. യാ അയ്യുഹൻ നബി ലിമ തുഹർരിമു മാ അഹല്ലല്ലാഹു ലക, അല്ലാഹ് ഹലാലാക്കി നബിയെ നിങ്ങൾ എന്തിനെ ഹറാമാക്കുന്നു? അപ്പം അല്ലാഹ് ഹലാലാക്കി നബി ഹറാമാക്കുമോ? ആക്കൂലല്ലോ. അല്ലാഹ് ഹലാലാക്കി ഒന്നും നബി ഒരിക്കലും ഹറാമാക്കൂല. അപ്പം ഫിഖിൽ നമ്മൾ പറയുന്ന ഹറാം എന്ന അർത്ഥത്തിലല്ല അവിടുത്തെ ഹറാമും ഹലാലും. എന്ന പോലെയാണ് അൽ ഗുസ്ലു ഹഖുൻ വാജിബുൻ എന്ന് പറഞ്ഞ വെള്ളിയാഴ്ച കുടിയെപ്പറ്റി അത് വാജിബായ ഹക്കാണ് ഹദീസിലുണ്ട്. ആ വാജിബ് ഈ പറയപ്പെട്ട വാജിബല്ല. ഇത് സാങ്കേതികമായി ഉപയോഗിക്കുന്ന ഫിഖിന്റെ ഭാഷ ഉപയോഗിക്കുന്ന വാജിബ് എന്ന അർത്ഥത്തിലല്ല എന്നാണ് പ്രബലാഭിപ്രായം. അതേപോലെ മക്രൂഹ് പറഞ്ഞു ഖുർആനിൽ. ഇപ്പോൾ വിചാരം ശിർക്കും മർക്ക് പറഞ്ഞിട്ട് പറഞ്ഞു എന്താണ്? കുല്ലു ഉലൈകാന സയ്യിഹു ഇൻദ റബ്ബിക മക്രൂഹ, ഇതെല്ലാം റബ്ബിന്റെ മക്കൾ മക്രൂഹാകുന്നു. ശിർക്ക്, വ്യഭിചാരം, കൊലപാതകം ഒക്കെ പഴയതൊക്കെ മക്രൂഹാണ്. അവിടെ മക്രൂഹ നമ്മൾ ഈ പറഞ്ഞ കറാഹത്താണോ?
അല്ല, അവിടെ വെറുക്കപ്പെട്ട കാര്യം എന്ന അർത്ഥമേ അവിടെയുള്ളൂ. അപ്പം അത് അന്നത്തെ കാലത്ത് ഈ ഒരു സാങ്കേതിക അർത്ഥത്തിലല്ല അന്ന് ഈ പദങ്ങൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് വാജിബ് ഉപയോഗിച്ചിട്ടും അത് ഈ പറഞ്ഞ വാജിബല്ല എന്ന് അർത്ഥം പറയാനുള്ള കാരണം.